ഒതുക്കിയതെന്ന് പറയാണ്. ഞാൻ കുടി നിർത്തി, അവര് നിർത്തിയിട്ടില്ല. ഇനി ഞാൻ കുടിക്കില്ല എന്ന് പ്രതിജ്ഞയിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ കുടിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല. ആർക്ക് വേണ്ടിയിട്ട്? ഇവണ്ടോ നേരെയാവാൻ പോണു. ഇങ്ങനെയുള്ള തൊലിക്കട്ടിയുള്ളവരുണ്ട്. സ്വയം നേരെയാവാതിരിക്കാനുള്ള കുറെ എക്സ്ക്യൂസ് ഉണ്ടോ ഇല്ലയോ? നോൺ വെജ് കഴിക്കുന്നവർ മാറുന്നില്ലേ? ഇനി കഴിക്കില്ല എന്നുള്ളത് ഉണ്ടോ? അങ്ങനെ ഓരോരുത്തരും ഓരോ പ്രതിജ്ഞ ചെയ്തിട്ട് സ്വന്തം ജീവിതത്തെ മാറ്റുന്നില്ലേ? ഉണ്ടോ? അതുപോലെ തന്നെ രാവിലെ അല്ല, വേണ്ടാത്ത സീരിയൽ കണ്ട് ശീലിച്ചവര് സീരിയൽ ഇനി കാണില്ല എന്നുള്ള പ്രതിജ്ഞ ചെയ്ത് ജീവിക്കാറില്ലേ? അത് പറയുമ്പോഴാണ് നിങ്ങൾക്കൊരു സമയം. അങ്ങനെയുള്ളവരില്ലേ? വേണ്ടാത്ത സീരിയലൊക്കെ ഇനി കാണുന്നില്ല, നല്ലതേ ഇനി കാണുന്നുള്ളൂ, അങ്ങനെ തീരുമാനിക്കുന്നവരില്ലേ? ഈ തരത്തിൽ വേണമെന്ന് വച്ചാൽ വേണമെങ്കിൽ നമുക്ക് നമ്മളെ മാറ്റി, പക്ഷെ വേണം എന്നങ്ങോട്ട് വെക്കണം. അതാണ് ആത്മീയതയുടെ ആദ്യത്തെ ഒരു പടി. എനിക്ക് നേരെയാവാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം, തന്നിൽ തന്നെ ഒരു വിശ്വാസം. അപ്പോഴേ നമുക്ക് കേൾക്കാനുള്ളൊരു മനസ്സ് വല്ലുന്ന ഒന്ന് കേൾക്കാന്ന്. ചിലരങ്ങനെയല്ല പറയാ, ചിലര് പോകുന്നത് തന്നെ ഒന്ന് കേട്ട് കളയാന്നുള്ളതാണ്. അവിടെ ഒരു പ്രഭാഷണം ഉണ്ട്, ഒന്ന് കേട്ട് കളയാം നമുക്ക് എന്ന്. കേട്ട് കളയാന്ന് പറഞ്ഞാൽ ഉറപ്പാണ്, നന്നാവാനല്ല പോകുന്നത്. കേൾക്കുകയും വേണം, കളയും വേണം. അത്ര ഉറപ്പിലാണ് അവർ പോകുന്നത്. കണ്ടു കളയാം ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ ഭാഷ. ശ്രദ്ധിക്കൂ നിങ്ങൾ. ഇപ്പം നമ്മൾ ജീവിതത്തിൻ്റെ ഒരു പ്രധാന തിരിച്ചറിവ്, എന്നെ നേരെയാക്കാൻ സമ്മതിക്കാത്തത് ഈ ചെയ്യുന്നതൊക്കെയാണ് ശരിയെന്ന് എൻ്റെ മനസ്സിൽ ഉറപ്പിക്കുന്ന തമോ ഗുണമാണ്. ഇതിൽ നിന്ന് എനിക്ക് മാറണമെങ്കിൽ നേരെയാവാൻ കഴിയുമെന്നുള്ളൊരു കോൺഫിഡൻസ്, അതിൽ ഞാൻ എൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. അതിന് വേണ്ടിയിട്ടായിരിക്കാം പണ്ടുള്ളവർ തീർത്ഥയാത്രകളും ആശ്രമ ജീവിതങ്ങളൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമുക്കുണ്ടല്ലോ സ്വന്തം വീട്ടിലതൊരു പക്ഷേ പറ്റില്ല. ചില വീടുകളിലൊക്കെ നിങ്ങൾക്ക് കാണാം, ചിലർ പറയാറുണ്ട്, ചില അമ്മമാർ പറയാറുണ്ട്, എനിക്ക് നേരത്തെ എണീക്കണം എന്നൊക്കെ മോഹമുണ്ട്, പക്ഷേ ഈ മനുഷ്യൻ സമ്മതിക്കില്ല. ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ രാവിലെ എണീറ്റിട്ട് അവിടെ ഇരുന്നിട്ട് എല്ലാവരും കടന്നുറങ്ങുമ്പം ഓങ്കാര മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അധികം ഓങ്കാരം ചൊല്ലേണ്ടി വരില്ല. അവർ കടന്നുറങ്ങുന്ന സമയത്ത് ഉണ്ടോ? ഒരു ആളെന്നോട് പറഞ്ഞാണ്, സ്വാമി നിങ്ങളുടെ ആശ്രമത്തിൽ ഞങ്ങൾ ഒരു ബുക്ക് ചെയ്യണമെന്ന്. ആർക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന്. എന്തിനാ അമ്മയെ കൊണ്ടാക്കണതെന്ന്? അമ്മ രാവിലെ എണീറ്റ് അപ്പം തുടങ്ങും, വിശ്വം വിഷ്ണു വഷക്കാരോ ഭൂതഭവ്യ ഭവൽ പ്രഭു. രാവിലെ ഇത് എണീറ്റിട്ടാ കേട്ടിട്ട് അവർ എണീക്കണതേ, ഭൂതം ഭൂതം ഭൂതപത് ഭൂതപത് ഭൂത ഭൂതപത് ഭാവോ. അപ്പൊ ഇവർക്ക് തോന്നുകയാണ് ഇവരെയാണ് ഈ മുത്തശ്ശി വിളിക്കണത്. അവർ വിഷ്ണു സഹസ്രമാണ് ചൊല്ലണത്. അപ്പൊ അവർക്കൊരു വിഷമം, ഇനിയിപ്പോൾ അത് കേട്ടിട്ട് ജീവിക്കേണ്ട, എന്നാൽ എവിടെയും കൊണ്ട് ആക്കിക്കളയാന്നുള്ളത്. ഇതാണ് സത്യം. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന തിരിച്ചറിവ് ആവർത്തിക്കുകയാണ് ഞാൻ. എന്താണ്? എന്നെ ഈ ജീവിതത്തിൽ കുരുക്കിയിടുന്നത് തമോ ഗുണമാണെന്നും ഇതിൽ നിന്ന് എനിക്ക് ഉയരണമെങ്കിൽ ഞാനൊരു ചിട്ടയോടുകൂടി കോംപ്രമൈസ് ഇല്ലാത്തൊരു ജീവിതം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ ഒരുവിധം പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാം. അപ്പോഴാണ് വി ആർ എൻ്ററിങ് ടു ദി വേൾഡ് ഓഫ് മൈൻഡ്. അതാണ് നമ്മുടെ ആദ്യത്തെ പടി. അപ്പം നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ആ മനസ്സിൻ്റെ ബാഹ്യമായ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ചെയ്തത് തന്നെ ആവർത്തിക്കുന്നതാണ് സുഖമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആ ജീവിതം തന്നെ നയിക്കാൻ നമ്മളെ അത് പ്രേരിപ്പിക്കും. ഫോഴ്സിങ് us to do the things continuously, mechanically. നമ്മളെ അങ്ങനെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എന്നാൽ അതിലേക്ക് നമ്മൾ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ മനസ്സിന് അനന്തമായ സാധ്യതകളുണ്ട്. ഇതിന് ഒരു ഗുണത്തിൽ നിന്നും മറ്റൊരു ഗുണത്തിലേക്ക് മാറിക്കൊണ്ട് നമ്മുടെ ജീവിത നിലവാരം തന്നെ ഉയർത്തിക്കൊണ്ട് സമീപനങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് നമ്മളെ പടിപടിയായി ഉയർത്താനുള്ള കഴിവുണ്ട്. ഈ കഴിവിനെ ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എൻ്റെ മനസ്സുകൊണ്ട് നേടാൻ പറ്റുന്നതൊന്നും എനിക്ക് നേടാൻ പറ്റാതെ ഇവിടെ നിന്ന് പോകേണ്ടി വരും. എന്താ ഈ മനസ്സുകൊണ്ട് ആത്യന്തികമായി നേടാൻ പറ്റുന്നത്? നാശമുള്ളതിൽ നിന്നും മനസ്സിന്, അതല്ലേ അസത്തോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ. അമൃതത്വത്തിലേക്ക് പോലും ഉയരാനുള്ള ഒരു കഴിവ് എന്തിനുണ്ട്? മനസ്സിനുണ്ട്. അത് ആർക്ക് കിട്ടും, ആർക്ക് കിട്ടില്ല? ഇവിടെ 6-ാം അധ്യായത്തിൽ തന്നെ പറയാണ്, അസംയതാത്മനായോഗോ ദുഷ്പ്രാപൈതി മേ മദീ
വശ്യാത്മനാത്തു യദദാ ശക്യോ വാപ്തുമുപായത. അസംയതാത്മന, അതായത് സംയതം ആത്മന ഇല്ലാത്തവന്. സംയതം എന്ന് പറഞ്ഞാൽ തിരിച്ചറിവും തന്നെ മാറ്റാനുള്ള ഒരു പരിശ്രമവും. എന്താ തിരിച്ചറിവ്? എന്താ തിരിച്ചറിവ്? എൻ്റെ മനസ്സാണ്, എൻ്റെ മനസ്സ് അത് ഒരു വശത്ത് എന്നെ ചെയ്തതെല്ലാം ആവർത്തിച്ച് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച് ഇത് തന്നെ സുഖമെന്ന് തെറ്റിദ്ധരിപ്പിക്കും. എന്നാൽ ഈ മനസ്സിൽ നിന്നും എനിക്ക് ഉയരാൻ കഴിയും എന്നുള്ളൊരു തിരിച്ചറിവ്. ഈ തിരിച്ചറിവ് നമുക്ക് ഇല്ലാത്തിടത്തോളം കാലം ദുഷ്പ്രാപ, അവർക്ക് ആരെയും പ്രാപിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ അവർക്ക് ഉയർത്താൻ സാധ്യത. വശ്യാത്മനാത്വയത, ആരാണോ യത്നിക്കുന്നത്, പരിശ്രമിക്കുന്നത്, ശക്തിയോവാപ്തുമുപായത, അവർക്ക് അവരെ ഉയർത്താൻ സാധിക്കും. ഇപ്പൊ ഗീതയുടെ ഒരു വലിയൊരു പ്രഖ്യാപനം എന്താണെന്ന് വെച്ചാൽ 2 കാര്യങ്ങൾ. ഒന്ന്, റിയലൈസേഷൻ എബൌട്ട് ദ മൈൻഡ്. രണ്ടാമത്തത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദി മൈൻഡ്. നമ്മൾ റിയലൈസ് ചെയ്യണം, നമ്മളെ ദുഃഖിപ്പിക്കുന്നത് മനസ്സ് തന്നെയാണ്. ആ ഒരു ഏതൊരു കാര്യത്തിലാണോ നമ്മൾ ദുഃഖിക്കുന്നത് അതിൽ തന്നെ നമ്മളെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഈ ദുഃഖം നിങ്ങൾക്കുണ്ട്, ഈ ദുഃഖം നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ ആവർത്തിപ്പിച്ചുകൊണ്ട് അതിൽ തന്നെ നമ്മൾ ഉറപ്പിച്ചു വെച്ചുകൊണ്ട് ഈ ദുഃഖം മറ്റുള്ളവരോട് പറയാൻ നമ്മളെ മനസ്സ് പ്രേരിപ്പിക്കും. എന്നാൽ അതേ മനസ്സിന് ആ ദുഃഖത്തിൽ നിന്നും ശ്രദ്ധ തിരിപ്പിച്ചുകൊണ്ട് ഈ ദുഃഖത്തെ ദുഃഖമായി ഭഗവത് പ്രസാദമായി കണ്ടുകൊണ്ട് വീണ്ടും മറ്റൊരു പ്രവൃത്തിയിലേക്ക് വ്യാപൃതരായി ഇതിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വിട്ടുകൊണ്ട് മറികടക്കാനുള്ളൊരു കഴിവും നമുക്കുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഈ കഴിവുകളെ ഞാൻ വളർത്തിയെടുത്താൽ എനിക്ക് എൻ്റെ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കും. അപ്പൊ ദുഃഖം എന്ന് പറയുന്നത് എന്താണ്? തമോ ഗുണമാണ് ദുഃഖം. മനസ്സിലാക്കണേ, പറയുന്നത് തമോ ഗുണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വിഷമം നമുക്കുണ്ടെങ്കിൽ ഈ വിഷമം സത്യമായും എന്നെ ബാധിക്കുന്നു എന്ന് ആവർത്തിച്ച് പറഞ്ഞ് ആ വിഷമത്തിൽ തന്നെ നമ്മുടെ ശ്രദ്ധയെ ഉറപ്പിച്ചു നിർത്തി ഇത് മറ്റുള്ളവരോട് പങ്കുവെക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു തമോ ഗുണം. നമുക്കത് സത്യമാണ് ആ സമയത്ത്. എന്നാൽ അതേ മനസ്സിന് നമ്മൾ അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദുഃഖത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ച് ആ ദുഃഖമൊക്കെ ഭഗവത് പ്രസാദം, അതിനെക്കുറിച്ച് ഇപ്പം എന്താ അത്ര പറയാനുള്ളത് എന്ന് തീരുമാനിച്ചുകൊണ്ട് അതിനെ അവിടെ വെച്ച് പരിഹരിച്ചുകൊണ്ട് അതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോവാൻ അനുവദിക്കാതെ മറ്റൊന്നിലേക്ക് ശ്രദ്ധ തിരിച്ച് വീണ്ടും പ്രവൃത്തികളിൽ വ്യാപൃതരാക്കി നമ്മളെ നിർത്താനും മനസ്സിന് കഴിവുണ്ട്. ഉണ്ടോ ഇല്ലയോ? മനസ്സിലാവുണ്ടോ? എളുപ്പം പറഞ്ഞാൽ നിങ്ങൾ സ്വന്തം ജീവിതത്തിൽ കുട്ടികളോട് കാണിക്കുന്നത് തന്നെ, എന്തെങ്കിലും കിട്ടാൻ പിടിവാശി വെച്ച് കരയുന്ന കുട്ടികളെ നിങ്ങൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് മറ്റൊന്നിലേക്ക് ആകർഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും വേറൊരു കർമ്മത്തിലേക്ക് കുട്ടി നിർവൃതനായാൽ, ആക്റ്റീവായാൽ പഴയ കാര്യം കുട്ടി മറന്നു പോകുന്നു. ഉണ്ടോ ഇല്ലയോ? സൈക്കോളജിക്കലി നമുക്കറിയുന്നൊരു കാര്യമില്ലേ? ആണോ അല്ലയോ? അപ്പൊ ഈ ഒരു ചിന്തനം നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റിയെടുത്തൂടെ? ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. തമോ ഗുണം നമ്മളെ ഏതെങ്കിലും ഒരു അനുഭവത്തിൽ ഉറപ്പിച്ചു നിർത്തും. രജോ ഗുണം നമ്മളെ അതിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ സഹായിക്കും. സത്വഗുണം നമ്മളെ അത് ഉൾക്കൊള്ളാൻ പ്രേരിപ്പിക്കും. ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിൽ പ്രതികരണം ചെയ്യാൻ പ്രേരിപ്പിക്കും. സത്വഗുണമില്ലാത്ത രജോ ഗുണമാണെങ്കിൽ തനിക്കുണ്ടായ വിഷമങ്ങളെ മറ്റുള്ളവരോട് പങ്കുവയ്ക്കും. സത്വഗുണത്തോടുകൂടിയ രജോ ഗുണമാണെങ്കിലോ ദുഃഖത്തെ ഉൾക്കൊള്ളുകയും ചെയ്യും. മറ്റുള്ളവരോട് പറയുന്നത് ഭഗവാന്റെ ഒരു പ്രസാദമാണ്, ഞാനിതിൽ ഇത്ര ദുഃഖിക്കേണ്ടതില്ല എന്ന് മാത്രമല്ല, തൻ്റെ ദുഃഖത്തിന് സ്വയം പരിഹാരം കണ്ടെത്താൻ പറ്റുന്നു എന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ ദുഃഖത്തിന് പോലും ഒരു പരിഹാരം കൊടുക്കാൻ ആർക്ക് സാധിക്കും? സത്വഗുണമുള്ളവർക്ക് സാധിക്കും. അപ്പോൾ ഈ ഗുണങ്ങളെയൊക്കെ നമ്മൾ വളർത്തിയെടുക്കണ്ടേ? വേണോ വേണ്ടയോ? അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരം മുഴുവൻ നിശ്ചയിക്കുന്നത് സാഹചര്യങ്ങളാണോ, ചുറ്റുപാടുള്ളവരാണോ, കൂടെയുള്ളവരാണോ, നമ്മുടെ മനസ്സിലെ വികാരവിചാരങ്ങളാണോ? വിചാരങ്ങളല്ലേ? ഇതിൽ ഗ്രഹത്തിന് വല്ല സ്വാധീനമുണ്ടോ? ഉണ്ടോ? ഗ്രഹങ്ങളാണോ ഏത് ചിന്തിക്കണം? ഇപ്പോൾ രാഹുകാലാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചിന്ത ഉണ്ടോ നിങ്ങൾക്ക്? ഇപ്പോഴത്തെ സമയത്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആക്കിക്കൂടെ? വിശന്നിരിക്കുമ്പോൾ നിങ്ങൾ രാഹുകാലം നോക്കാറുണ്ടോ?
സീരിയൽ കാണുമ്പോൾ നിങ്ങൾ രാഹു നോക്കാറുണ്ടോ? നല്ല ദാഹിച്ചു വലഞ്ഞിരിക്കുന്ന സമയത്ത് രാഹു നോക്കിയിട്ട് കുടിക്കട്ടോ. ഞാൻ കേട്ടില്ല. ബാത്റൂമിൽ പോവാൻ പ്രഷർ വന്നാൽ ഇല്ല, ഞാൻ രാഹുകാലം നോക്കിയിട്ടേ പോവാറുള്ളൂ. ഏമായി എന്നാൽ അങ്ങനെയുണ്ടോ? അപ്പൊ നമ്മളെ സംബന്ധിച്ച് രാഹു എപ്പോഴാ നോക്കണത്? പറയേണ്ട ആവശ്യമില്ലല്ലോ. രാഹുകാലം നോക്കുന്നതൊക്കെ നമ്മുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ നോക്കും അല്ലേ? എന്ന് വെച്ചാൽ നമുക്ക് കാര്യങ്ങളൊക്കെ എന്താണ് ഒക്കെ ദൈവം നടത്തിത്തരണം, അതൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്, എല്ലാം എന്താണ് ഒക്കെ ഒരുപോലെ ആക്കിത്തരണം, ഉഷാറാക്കി തരണം, ഒക്കെ ദൈവം ശരിയാക്കി തരണം എന്നുള്ള പ്രതീക്ഷ ഉള്ളവരാണ് എന്ത് നോക്കുക? രാഹു. അപ്പം അവരെ ഏൽപ്പിച്ചിരിക്കണോ ഒക്കെ ആരെ? ദൈവത്തിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്, രാഹുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ദൈവം പറയേണ്ടത് എന്നെ ഏൽപ്പിച്ചിട്ടൊരു കാര്യമില്ല, കാരണം എന്നെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ. സീതയെ ഏൽപ്പിച്ചു ജനക മഹാരാജ, പാവം ഗർഭിണിയായിട്ട് കാട്ടിലാണ് പ്രസവിക്കാൻ അവൾക്ക് നിയോഗം വന്നത്. ആണോ അല്ലയോ? ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭാര്യമാര് എത്ര എണ്ണം? 16,008 എണ്ണം. അതിലുണ്ടായ കുട്ടികളൊക്കെ കൃഷ്ണൻ കൊണ്ട് നടക്കാൻ പറ്റിയിട്ടുണ്ടാവുമോ? ഉണ്ടാവുമോ ഇല്ലയോ? അതല്ലേ അവസാനം അവർ തമ്മിൽ തല്ലിയൊക്കെ തീർന്നത്. ഒരെണ്ണത്തെയും കൃഷ്ണനെ നേരെയാക്കാൻ പറ്റിയിട്ടില്ല. ആ ഭഗവാൻ പറയും, എന്നെ ഏൽപ്പിച്ചിട്ട് എന്താ കാര്യം? നിങ്ങളെ ഏൽപ്പിച്ച സാധനം നിങ്ങൾ തന്നെ പരിശ്രമിക്കൂ. ഭാരതത്തിൻ്റെ ഒരു വലിയൊരു മഹത്വമായിട്ടുള്ളൊരു കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. ഇതിനെ നിങ്ങൾക്ക് ആരിലേക്ക് എത്തിക്കാനുള്ള കഴിവുണ്ട്? ഭഗവാനെ. അപ്പം ഭഗവാൻ നമ്മളെ ഇങ്ങനെ സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. സമർപ്പിക്കേണ്ട ജോലി നമുക്കും സ്വീകരിക്കേണ്ടുന്ന ജോലിയേ ഉള്ളൂ. ആർക്ക്? ഭഗവാൻ. പക്ഷെ ഇന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ സ്വീകരിച്ചോളാം. കയ്യിലിരിപ്പ് നല്ലോണം ഉണ്ട് നമുക്ക്. അങ്ങനെ സമർപ്പിച്ചുകൊണ്ടിരിക്കും, ഞാനിങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ പറയണു, നിങ്ങൾ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം, മാം സ്വീകരിക്കുക, ഞാൻ നിങ്ങളെ സ്വീകരിച്ചോളാം. ഇതാണോ പറയുന്നത്? ആണോ അല്ലയോ? ചെറിയൊരു മാറ്റം വരുത്തേണ്ടതില്ലേ നമ്മുടെ ചിന്തകളിൽ? അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇനി ദൈവമേ ഇങ്ങോട്ട് തന്നോളൂ, ഞാൻ സ്വീകരിച്ചോളാം എന്നാണോ പറയേണ്ടത്? ഞാൻ തന്നെ എന്നെ അങ്ങോട്ട് സമർപ്പിച്ചോളാം, അപ്പം അങ്ങേ എന്നെ സ്വീകരിക്കുക. അതിൻ്റെ ഔന്നിത്യം എന്ന് പറയുന്നത് ഇതാണ്. 8ാമത്തെ അധ്യായത്തിൽ ഗീതയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരും. എന്താണ് ഒരാൾക്ക് കൈവരിക്കാവുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്? 8ാമത്തെ അധ്യായത്തിൽ തസ്മാൽ സർവേഷു കാലേഷു മാമനുസ്മരയുധ്യജം മയ്യർപ്പിതമനോബുദ്ധി മാമേ വൈശസ്യ സംശയം. സർവേഷു കാലേഷു മാമനുസ്മര. എപ്പോഴും ആരെ അനുസ്മരിക്കാനുള്ളൊരു കഴിവുണ്ട്? എന്നിട്ട് യുദ്ധജ, യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഭർത്താവിന് ഭാര്യയോട് കൊടുക്കുന്ന നിർദ്ദേശമല്ല, ഭാര്യയ്ക്ക് ഭർത്താവിന് കൊടുക്കുന്ന നിർദ്ദേശമല്ല. എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം അവനവൻ്റെ കടമകൾ എന്തൊക്കെയാണ്, കർത്തവ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് അവസാനം പറയുന്നു, ഇത് മാത്രമല്ല നിങ്ങൾക്ക് കഴിവുള്ളത്, മയ്യ അർപ്പിത മനോബുദ്ധി, നിങ്ങളുടെ മനസ്സും ബുദ്ധിയും എന്നിൽ അർപ്പിച്ചുകൊണ്ട് മാം ഏവ ഏഷ്യസി, നിങ്ങൾക്ക് എന്നെ തന്നെ പ്രാപിക്കാൻ സാധിക്കും. ഇതിൽ സംശയ, എന്തില്ല? സംശയമില്ല. അപ്പം അങ്ങനെ ഒരു കഴിവുള്ളൊരു സാധനമാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സെന്ന് പറയുന്നതെങ്കിൽ ഇതിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് എവിടെ എത്തിച്ചേരും? അപ്പം നമ്മൾ ശ്രദ്ധിക്കണേ, ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരണം. നമ്മുടെ സ്വഭാവത്തെ മാറ്റിയെടുക്കേണ്ടത് നമ്മളാണ്. ആണോ? ഈശ്വരനാണോ? നമ്മളാണോ? ഇപ്പം ഗുരുവായൂരപ്പ എനിക്ക് നല്ല സ്വഭാവം തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നല്ല ബുദ്ധി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല ബുദ്ധി ഉണ്ടാവുമോ? ഉണ്ടാവുമോ ഇല്ലയോ? അവനവൻ തന്നെ നല്ല ബുദ്ധി ഉണ്ടാക്കണം. ഇനി മോക്ഷം തരണേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണോ വേണ്ടത്? എൻ്റെ മനസ്സിനെ ഞാൻ ഭഗവാനിലേക്ക് എത്തിച്ച് മോക്ഷം കൈവരിക്കുകയാണോ വേണ്ടത്? ഈ പറയുന്നതിലൊക്കെ മാം അനുസ്മര മൈ അർപ്പിത മനോബുദ്ധി, നിങ്ങളുടെ മനസ്സും ബുദ്ധിയും എന്നിൽ അർപ്പിച്ചാൽ എന്നെ പ്രാപിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നെ പ്രാപിക്കാനുള്ള എല്ലാവിധ കഴിവുകളും ശക്തികളും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തല്ലേ വേണ്ടത്? ഇനി നിങ്ങൾ പറയൂ, ദൈവമാണോ നമ്മളെ നോക്കേണ്ടത്? ദൈവമാണോ രക്ഷിക്കേണ്ടത്? അതോ നമ്മളെ ഉയർത്തേണ്ടുന്ന കടമ മുഴുവൻ നമുക്കാണോ? ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ഹിന്ദു സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത് ഇതൊന്നും ദൈവം ചെയ്തു തരേണ്ട കാര്യമല്ല, നമ്മളാണ് ചെയ്തു തരേണ്ടത്. കാരണം
ചെയ്യാനുള്ളതൊക്കെ മനസ്സുകൊണ്ടാണ്, മാറ്റാനുള്ളതും മനസ്സിനെയാണ്, എത്തിക്കാനുള്ളതും മനസ്സിനെയാണ്. ആ മനസ്സിൻ്റെ മുകളിൽ പരിപൂർണ സ്വാതന്ത്ര്യം, മൃഗങ്ങൾക്കില്ലാത്തൊരു സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഭൂരിപക്ഷം ആളുകളും ഉയരാത്തതിൻ്റെ കാരണം അവർക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തെ അവർ പ്രയോജനപ്പെടുത്തുന്നില്ല.